ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സോനിക്കൻ്റെ ചേച്ചീനെ കാണാൻ പോവുകയാണ്. അപ്പോൾ പ്രവീണനെ നോക്കൂ ഗായ്സ്, പ്രവീണനെ കാറൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോനിക്കാണെങ്കിലോ അവളുടെ അമ്മേനോട് സംസാരിക്കുന്നുണ്ട്. സോനി കുറച്ച് വിഷമത്തിലാണ് ഗൈസ്. അവളുടെ ഫോൺ അടിച്ചുപോയി എന്ന് വെച്ചാൽ ചാർജ് ആവുന്നില്ല. കടയിൽ പോയി കാണിച്ചപ്പോഴത്തേക്കും ശരിയാക്കാൻ പറ്റില്ല, ശരിയാക്കിയാലും വീണ്ടും ചീത്താവെന്ന് പറഞ്ഞ്. അപ്പോൾ വേറെ ഗൈസ്, അർപ്പിനെ കണ്ടോ? നല്ല സുന്ദരായിട്ടുണ്ടല്ലേ? ആണോ? നിനക്ക് സെൽഫ് ലവ് ഇല്ല? ഇല്ലേ? ഇല്ല. അങ്ങനെ ദേ സോനീൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ വിളിച്ച് ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറയാണ്. അമ്മേനോട് പോവാന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ കായൽ മറ്റേ ചെടികളി സോങ് വെച്ചേട്ടോ. അതെ ഗൈസ്, ഷെട്ടിൽ കടി സോങ്. അങ്ങനെ ഞങ്ങൾ സോനിൻ്റെ ചേച്ചിയുടെ കോളേജിലെത്തി. ഹാരോഹള്ളി കനക്പുരത്തിലാണ് ഈ കോളേജ് ഉള്ളത്. അങ്ങനെ ദേ സോനി സൂപ്പർ എക്സൈറ്റഡ് ആണ് ഗൈസ്. സോനി പറയാണ് അവളുടെ ചേച്ചി സ്നാപ്പ് ഇട്ടത് കണ്ട് മടുത്തു, നീ എപ്പോൾ നോക്കിയാലും ബിൽഡിങ്ങിൻ്റെ സ്നാപ്സ് ഇടും എന്നൊക്കെ പറയാണ് സോനി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ചേച്ചീനെ കാണാൻ വേണ്ടി. അതെ, കരയാൻ വേണ്ടി റെഡി ആയിരിക്കുക. സോനി ചേച്ചി വരുമ്പോൾ ഓടിപ്പോയി ഹഗ് ചെയ്യണം, എന്നിട്ട് അത് റീലൊക്കെ ആക്കിയിടണം എന്ന് ഭയങ്കര പ്ലാൻ ചെയ്ത് പോയതാണ് ഗൈസ്. അതൊക്കെ സെറ്റ് ചെയ്തു, വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ ആ സെക്യൂരിറ്റി കണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം ആൾ ചോദിച്ചു, നിങ്ങൾ ഡോക്ടേഴ്സാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡോക്ടേഴ്സ് അല്ല, ഞങ്ങൾ ഇവളെ റിലേറ്റീവ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ് വീഡിയോ എടുക്കരുത്, വീഡിയോ എടുക്കാൻ അലോവില്ല, ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് സോനിയുടെ ചേച്ചിയും പറഞ്ഞ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് കുറച്ച് വട്ടാണെന്ന് പറഞ്ഞു, ശരിക്കും മെൻ്റലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാളെ ഫ്രണ്ടിൽ ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത്. പക്ഷെ എൻ്റെ ഗാലറിയിൽ വീഡിയോ ഉണ്ടായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ അലവില്ലാത്തൊന്നുമില്ല, ഇവിടെ അലവൊക്കെ ഉണ്ട്. അയാൾ പറയുന്നതാണെങ്കിലും മനസ്സിലാകുന്നില്ല, അയാളെ ഒരുമാതിരി ഹിന്ദി ആയിരുന്നു ഗൈസ്. ഞങ്ങളാണെങ്കിൽ ആന്നാക്കി ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ചുമ്മാ ഫൈറ്റൊന്നും ഉണ്ടാക്കണ്ട, സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അത് ഇതാണ് കേട്ടോ സോനിക്കൻ്റെ ചേച്ചി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്നിട്ട് കുറേ ഇങ്ങനെ സംസാരിച്ചല്ല പിന്നെ കുറച്ച് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോയി. ഇതേ അർപ്പിത്തിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഇത് സെയിം എന്നോട് ഉണ്ട് കേട്ടോ. ഒരു ടൈമിൽ ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഇതായിരുന്നു, എല്ലാം എവിടെ നോക്കിയാലും ഈ ഡ്രസ്സായിരുന്നു. ഞാൻ ഇത് ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്, പക്ഷെ 2 വന്ന്. അങ്ങനെ ഞാൻ ഇവിടെ പിന്നായി ഗൈസ്, 2 സെയിം ഇട്ട്. അതെ. അങ്ങനെ ഞങ്ങൾ അകത്ത് പോയി എന്ത് കഴിക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഐസ്ക്രീമിൽ ഒതുക്കി ഗൈസ്. അങ്ങനെ ദേ അർപ്പി, സോനി, അൻവിക, ദയമണി ഇവരൊക്കെ ഐസ്ക്രീം ഓർഡർ ചെയ്ത്. ഞാനും പ്രവീണണ്ണനും ചായ കുടിച്ചു. ഇവൾക്കൊക്കെ ഭയങ്കര ഷൈ ആണ് കേട്ടോ. ഞാൻ ഹായ് കാണിക്ക് എന്തെങ്കിലും പറ എന്ന് പറഞ്ഞാലും വായ തുറക്കില്ല, കണ്ടില്ലേ? വേണോ വേണ്ടോ എന്ന് ക്യാമറയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇവരൊക്കെ കാണുന്നു. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ച് നമുക്ക് മെമ്മറീസ് ആണ്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് കാണാമല്ലോ. मलयालम में बोलो, मलयालम में, इसको हिंदी नहीं आता. പ്രവീണണ്ണ അർപ്പിത്തനെ കളിയാക്കാൻ എവിടെ ചാൻസ് കിട്ടും നോക്കാണ് ഗൈസ്. അപ്പോൾ ദേ ഇവർക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടി. അതുകൊണ്ട് ഉസ്കോ ഹിന്ദി മേ ബാത് കർണിക്കോ നെഹി ആത്ത, മലയാളം മേ ബാത് കറോ എന്നൊക്കെ പറയാണ്. അർപ്പിത പറയാണ് അവൾ ട്രിഗർഡ് ഇൻസാൻ്റെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചു എന്ന്. പക്ഷെ ആർക്കാണെങ്കിലും അങ്ങനെയാണ് ഗൈസ്. ഞങ്ങളല്ലാത്ത ലാംഗ്വേജ് ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വായിൽ വേണ്ടിയ പോലെ പറയാനൊന്നും പറ്റില്ല, മനസ്സിൽ സംസാരിക്കാൻ പറ്റും. പ്രവീണണ്ണ വെറുതെ ഇങ്ങനെ കളിയാക്കാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇവളൊന്നും അടിച്ച് കൊല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത്. ഇവിടെ കണ്ടോ, ഓൾ ഐസ് ഓൺ അർപ്പിത. പക്ഷെ സോനിക്ക മാത്രം കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ദേ അടിയോടെ അടി, ഫുൾ അടി ഗൈസ്. പ്രവീണ അവൾക്ക് ഫോണൊക്കെ അങ്ങനെ കൊടുക്കില്ല. ഫോൺ കൂടുതൽ നോക്കിയാൽ കണ്ണൊക്കെ ചീത്തയാവും, ഡാർക്ക് സർക്കിൾസൊക്കെ വരും എന്നൊക്കെ പറയാണ് പ്രവീണ. ടൈമിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്ര മണിന്ന് ഇത്ര മണി വരെ ഫോൺ നോക്കാം, പിന്നെ അത്ര മണിന്ന് ഇത്ര മണി വരെ ഫോൺ നോക്കാൻ പാടില്ല. അവർ ഫോൺ കൊടുത്താൽ മാത്രമേ നോക്കാൻ പറ്റൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് വോയിസ് ഇടുമ്പോൾ അങ്ങനെ തന്നെയാണ്. അർപ്പിൻ്റെ കയ്യിൽ ഫോൺ ഇല്ല കേട്ടോ. ഇപ്പോൾ 2:30 ഇനി 9 മണിക്കേ പ്രവീണ ഫോൺ തരത്തുള്ളൂ. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൂടുന്നത്. അവൾ വോയിസൊക്കെ ഇടാൻ വരുന്നത്, അല്ലെങ്കിൽ വോയിസ് ഇടാൻ വരില്ല. വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന അറിയത്തില്ല, വ്ളോഗ് കാണില്ല, ഒന്നുമില്ല കേട്ടോ.
ഈ ജനറേഷനിൽ കുറേ കുട്ടികൾ നശിക്കുന്ന അങ്ങനെയാണ്, കുറേ ഫോണൊക്കെ കണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ എന്ത് ചെയ്യും, അത്രയൊന്നും ഫോണൊന്നും നോക്കത്തില്ല. ഇവരാണ് 24 hours ഇവരുടെ കയ്യിൽ ഫോണാണ്. ഞാൻ ഇന്നിങ്ങനെ രാവിലെ 4 മണിക്ക് എൻ്റെ മുഖത്തിലേക്ക് ഇവർ ഫ്ലാഷ് അടിക്കുകയാണ് കേട്ടോ. അത് ഫ്ലാഷ് അടിച്ച അതിനൊന്നല്ല, രാവിലെ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഉറങ്ങാൻ സ്ഥലമല്ല. ഇവളാണെങ്കിൽ നടുവിൽ വന്ന് കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ഫ്ലാഷ് ഇട്ട് അങ്ങോട്ട് കിടാന്ന് പറഞ്ഞാണ്, അല്ലാണ്ട് ഫോൺ നോക്കിയൊന്നല്ല. ഓഹോ ശരി. ഇവരെ രണ്ടാളെ കണ്ടു പ്രവീണന് അർപ്പിൻ്റെ ഫേസിന് കണ്ണെടുക്കുന്നില്ല. ഏതാ ബ്രദർ സിസ്റ്റർ ലവ്. അങ്ങനെ ദേ ഇവരെ ഐസ്ക്രീം പാതി കഴിഞ്ഞപ്പോൾ ജാനവി പിന്നെ പ്രവീണൻ്റെ ജിഞ്ചർ ടീ വന്നേട്ടോ. ഞാൻ ജിഞ്ചർ ടീ വേണ്ട ബ്ലാക്ക് ടീ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ ചേച്ചി പറഞ്ഞു എല്ലാം ട്രൈ ಮಾಡಬೇಕು ലൈഫല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു, കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചു. ദേ പ്രവീണണ്ണ അർപ്പിതയുടെ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ കോപ്പി ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാണാൻ, സെയിം. അങ്ങനെ ഐസ്ക്രീം തിന്ന് ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അവളെ വീണ്ടും ഹോസ്റ്റലിലേക്ക് വിട്ടിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാൻ. അർപ്പിൻ്റെ ഫേസിൽ സങ്കടം എന്തിനാന്നറിയോ? പറ, നീ തന്നെ പറ. ഓഹോ എന്താ പറ സങ്കടം? പ്രവീണന്ന ഫോൺ എടുത്ത് വെച്ചു, അത് പറയാൻ എന്തിനാ ഇത്ര മടി? അങ്ങനെ ഞങ്ങൾ സോനിയുടെ ചേച്ചിയുടെ ഹോസ്റ്റലിലെത്തി. എന്നിട്ട് അവൾ അവിടെ ഡ്രോപ്പ് ചെയ്ത്, എന്നിട്ട് ഇതേ സോനിനോട് കരയാൻ പറയുമ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളിയാക്കി ഗൈസ്. അങ്ങനെ അവരെ കെട്ടിപ്പിടുത്തവും അവരെ ഇമോഷണൽ കണ്ണീരും പിന്നെ സീക്രട്ട് ടോക്കൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ചേച്ചിയൊന്നും എനിക്കിങ്ങനെ ബായൊന്നും ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ചേച്ചിക്ക് എൻ്റെ അനിയത്തിനോടാണ് സ്നേഹം കൂടുതൽ. അല്ല അർപ്പി? അതെ. ആണോ? അല്ല, എല്ലാവരും ഒരേ പോലെ അല്ലേ? സത്യം പുറത്ത് വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും ഒരേപോലെയാണ്. പക്ഷേ വൈഷ്ണവിക്ക് എന്നാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവൾക്കാണെങ്കിലും ഒരു 5%, 5%അല്ല, എനിക്ക് ഒരു 99% വൈഷ്ണവിനാണ്. ഒരു പെർസെന്റേജ് ആണോ? ഞാൻ അല്ല, ഞാൻ 200 എന്നാക്കി. ഓ ഓ ഓ സന്തോഷം. ഇത് ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ ഉറങ്ങാം. ആദ്യമായിട്ടാണ് ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് ഞങ്ങൾ ഇവർക്ക് ടാറ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ടാറ്റ ബൈ ബൈ. ഞാൻ ടാറ്റ പറയത്തില്ല, എനിക്ക് ടാറ്റയിൽ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏതിലാണ് ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? BMW. ഓ BMW കുറച്ച് ദിവസം മുമ്പ് ഇതല്ലായിരുന്നു, മാറി 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 ഫോർച്യൂണർ, XUV എക്സെട്ര എക്സെട്ര. ഗേറ്റിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും സെക്യൂരിറ്റിയോട് ഒരു ചെക്കനെ ചീത്ത പറയുന്നുണ്ട്. അയാളുടെ ബാക്കിൽ വേറെ 2 ആളുണ്ട്. അവർ നീ പോയിക്കോ പോയിക്കോ സംസാരിക്കേണ്ടെന്ന് ആക്ഷൻ കാണിക്കുന്ന കണ്ട്. ജാഹ്നവിക്ക് വേറെ ജോലിയില്ല കേട്ടോ, എല്ലാ വീഡിയോ ചെയ്യും. എന്തിനോ പേടിയാണ്. അവിടെ നോക്കൂ, ആരോ അടി ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതും വീഡിയോ ചെയ്ത് ഇട്ടു. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നാട്ട് ഇവർ അടി ഉണ്ടാക്കുന്നതുകൊണ്ട് ബ്ലോക്കായി. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ വീഡിയോ എടുത്താണ്. അയാൾക്ക് സൈഡ് നിർത്തി അടി ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ പോയി ആൻവിനെ പിക്ക് ചെയ്ത് ഇനി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാ. അവള് പറയാണ് അവള് മുത്തപ്പൻ ഇഡ്ഡലി കഴിച്ചു എന്ന്. അവളുടെ അമ്മയുടെ അന്യൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മയുടെ അന്യൻ്റെ വൈഫ് എന്തോ ഓർഡർ ചെയ്ത്, പക്ഷെ വന്നത് വേറെ എന്തോ ഇഡ്ഡലിയാണ് പോലും. അതിൻ്റെ പേര് മുത്തപ്പൻ ഇഡ്ഡലിയാണ്. അത് ഞാൻ കഴിച്ചു എന്ന് പറയാണ് ഇവള്. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് മേടിക്കാൻ പോകുമ്പോൾ റോഡ് സൈഡിൽ ഈ ഒരു സംഭവം കണ്ട് അങ്ങനെ അവിടെ കയറി. അവിടെ കുറേ ഡ്രസ്സും പിന്നെ കുറേ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ മലയാളം മിണ്ടുന്നതാണ് കേൾക്കുന്നത്. എവിടെ പോയാലും മലയാളീസാണ് ഗൈസ്. അങ്ങനെ ഈ അച്ചാർ കഴിച്ചു. കഴിച്ചില്ല ഞങ്ങൾ ഭയങ്കര ഹൈജീനിക്കാണ്.
ഇത് കാണുമ്പോൾ വൃത്തിയില്ലാത്ത പോലെ തോന്നി, അങ്ങനെ ഞങ്ങളത് കഴിച്ചില്ല. ഇതേ ഈ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ കണ്ടു. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രശാന്ത് എന്നാണ് നെയിം. അവനുണ്ടെങ്കിൽ ഇതെന്തായാലും കളിക്കുക കേട്ടോ. അവൻ്റെ കൂടെ പോയ സ്ഥലത്തൊക്കെ അവൻ ഇത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും അർപ്പിയൊക്കെ അവനെ പറ്റി ഇങ്ങനെ നിന്ന് സംസാരിക്കുമായിരുന്നു. അവൻ എത്ര പൈസ ചിലവാക്കി ഇത് കളിക്കും, തോറ്റാലും വീണ്ടും വീണ്ടും കളിക്കും. അങ്ങനെ ഞങ്ങൾ അവനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ ചാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ അതിൽ കയറ്റി. അവള് അരമണിക്കൂറിനേക്കാളും കൂടുതൽ ചാടിന്നാണ് തോന്നുന്നത്. അതെ അൻവി, ഏത് ഗಂಟೆಲಾಯ್ತು? 5 ಗಂಟೆ ಏನು ಗೊತ್ತು ಜಪ್ಪ ಯಾವ ನಿತ್ತರಾಂಡಲೆಲ್ಲ ಆಯ್ತು ನಿತ್ತು. ശരിയാകാണ് ഗൈസ്. അവളുടെ അച്ഛൻ മതി മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, പക്ഷെ അവൾ കേട്ടില്ല. അവൾ കുറേ നേരം ചാടി. പിന്നീട് ഇത് ഞങ്ങൾ കുറച്ച് സിമ്പിൾ മാലൊക്കെ മേടിച്ചു. ഗ്രാൻഡ് ആണെങ്കിൽ ഇടാൻ പറ്റില്ല, ഒരുമാതിരി ചപ്രി പോലെ ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല സിമ്പിളായിട്ടുള്ള കുറച്ച് മാലൊക്കെ മേടിച്ചു. ഇത് സോനിയുടെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇയറിങ്സ്. അൻവിക്കാണെങ്കിൽ ഇതേപോലെ ചേച്ചിക്ക് വീഡിയോ കോൾ വിളിച്ച് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താണല്ലേ സിബ്ലിങ്സ് ലവ്. ഈ കാണുന്ന മാലൊക്കെ കയ്യിലുണ്ടാക്കിയത് കേട്ടോ. അതിൽ കഥകളി ഉണ്ടൊക്കെ ഉണ്ട്. അതെങ്ങനെ ഇടുമോ എന്തോ കഴുത്തിൽ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്നിട്ട് ഇതേ ഞങ്ങൾ സ്വീറ്റ് മേടിക്കാൻ വേണ്ടി പോയി. വെല്ലച്ചന് മേടിക്കാൻ വേണ്ടി പോയാണ്. വെല്ലച്ചൻ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. വെല്ലച്ചന് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഷുഗർ ഉണ്ട് കേട്ടോ. ഷുഗർ ഉണ്ടെങ്കിൽ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെയാണ്. പണ്ട് അച്ഛനും അങ്ങനെ ആയിരുന്നു. അച്ഛന് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിന്നണ്ടെന്ന് പറഞ്ഞാലും തിന്നും. ഈ ഡാർക്ക് ഫാൻറ്റസൊക്കെ ഭയങ്കര ഫേവറേറ്റ് ബിസ്ക്കറ്റായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ദേ ഗുലാബ് ജാമുൻ എടുത്ത് കഴിച്ചു. അപ്പോൾ ഞാൻ ഈ ക്രൊസാന്തൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ഇതെന്താ സംഭവം? അത് എന്തോ ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ടായി എൻ്റെ വീഡിയോ. എന്തോ ഒരു ഏട്ട ആഗൂർ അങ്ങനെ എന്തോ ഒരു സാധനം, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, കൊള്ളത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയുണ്ട്. ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്സ്. ബൈ ബൈ ബൈ.